പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഇന്ന് ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. നിങ്ങളെല്ലാവരും കാണിച്ച എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട്. ദൈവം ഇന്ന് രാത്രിയിലും അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിപ്പാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്ത് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. അനുഗ്രഹമേറെ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുമാറണമേ. ഞങ്ങളുടെ വിഷയത്തിന് ദൈവകരങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സമയങ്ങളെ വേർതിരിക്കുന്ന ദൈവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്തിനനുസൃതമായി കൃഷി ചെയ്യുന്ന ഇവ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവവചനത്തോട് കർത്താവ് ദൈവവചനത്തിന്റെ മുമ്പാകെ കർത്താവ് ഞങ്ങൾ അല്പസമയങ്ങൾ വേർതിരിക്കുന്നത് ഭയഭക്തിയോട് നിന്റെ സന്നിധി ഞങ്ങൾ ഇരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വ്യക്തമായി അറിയുവാൻ തൊക്കെ ദൈവം സഹായിക്കുമാറാകണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷ ആവശ്യത്തിനെ ബലപ്പെടുത്തുമാറാണ്. ഒരുമിച്ച് അനുഗ്രഹിക്കണ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായിട്ട് നീയോട് സ്തോത്രം. പാസ്റ്റർ ലാലു ജേക്കബ് താന് നാട്ടില് കേരളത്തിലായ ആളുകൾ തന്നെയും ആ സമയത്ത് തന്നെ വളരെ തീക്ഷ്ണതയോടുകൂടി ഈ ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ തക്കണം കർത്താവിന്റെ ദാസൻ കടന്നു വന്നതിനാൽ സ്തോത്രം. പാസ്റ്റർ ഷാജി ഡാനിയൽ, മറ്റ് എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നിങ്ങൾ കാണിക്കുന്നതായ താല്പര്യത്തിനായിട്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ളതായ ഉത്സാഹത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട്. അനേക കാര്യങ്ങൾ ഇപ്പോഴും പ്രവൃത്തിബോധത്തിൽ കൊണ്ടുവരുന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ സുവിശേഷീകരണം നടത്തുന്നതായ വേളയിൽ ഈ പഠിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും അത് പ്രയോജനമായി വന്ന് ഭവിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ താല്പര്യം. അതിനായിട്ട് നിങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. നമ്മൾ ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് നാം സുവിശേഷ ദൂതൻ്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ തുടർമാനമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ഇപ്രാവശ്യം ഞാൻ ദീർഘമായുള്ള റിവ്യൂ നടത്തുന്നില്ല. അതിൻ്റെ 9ാമത്തെ ദൈവമക്കളുടെ ദത്തെടുപ്പിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ. നമ്മുടെ ദത്തെടുപ്പ് അല്ലെങ്കിൽ പുത്രത്വം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ളതായ പ്രയോജനം എന്താണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ 7 കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ഇപ്പം റിവ്യൂ ചെയ്യുന്നില്ല. 8ാമത്തെ കാര്യങ്ങൾ പുത്രത്വം പ്രാപിച്ചവർ അവരുടെ പിതൃസ്വത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതെന്താ പിതൃസ്വത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഭവനത്തിലായിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ പാപത്തിൻ്റെയും സാത്താൻ്റെയും മറ്റുള്ളതായ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലും മറ്റുമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. നമ്മളെ സ്വർഗീയ ഭവനത്തിൽ, സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു പുതിയ പദവിയാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഞാൻ വളർന്നു വരുന്നതായ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ഉള്ളതെല്ലാം കഷ്ടതയും പ്രയാസവും ഇതെല്ലാം ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കി വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്താഗതി കൊണ്ട് അത് ഭാഗികമായ ശരിയാണ്. വരുവാനുള്ള കാലയളവിലേക്ക് നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിനായിട്ട് നമ്മളെ ഒരുക്കേണ്ടത് ആവശ്യമുണ്ട്.
ഞാൻ കോളേജിൽ മറ്റും പഠിക്കുന്ന വേളയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില സിദ്ധാന്തങ്ങൾ പറയാണ്ട് ഇപ്പോൾ നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളൊരു പുതിയ ലോകം. ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ ക്രിസ്തീയ ലോകത്തിലും അതേ ചിന്താഗതിയല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന വേളയിൽ അതല്ല. നമ്മൾക്ക് പുത്രത്വം തന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന ആ സമയം മുതൽ നമ്മൾക്കൊരു പുതിയതായിട്ടുള്ള ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. 17 റോമർ 8:17 കാണുന്നത്, നാം മക്കളെങ്കിലോ അവകാശികൾ. എന്തോ അവകാശികൾ? പിതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. പിതാവിൻ്റെ ഭവനത്തിലെ അവകാശികളാണ്. നാം മക്കളെങ്കിലോ, അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നാം മക്കളായതിനാൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ആ ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിന് എന്തെല്ലാം അവകാശങ്ങൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഇപ്പോഴുണ്ടോ ആ അനുഗ്രഹങ്ങളുടെ എല്ലാം കൂട്ടവകാശികളാണ്. നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന വേളയിൽ, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് അക്കൗണ്ട് തുടങ്ങുന്ന വേളയിൽ ഈതർ ഓർ സർവൈവർ എന്ന് പറഞ്ഞ് രണ്ടുപേരിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്തുള്ളതായ പണം എഴുതി ഒപ്പിട്ട് എടുക്കാനൊക്കെ. ഈത പാർട്ടി രണ്ടുകൂടെ ഒരുമിച്ചുള്ളതാണെങ്കിൽ രണ്ടുപേരുടെ ഒരുമിച്ച് എഗ്രിമെന്റ് വന്നെങ്കിലും ഒക്കത്തുള്ളൂ. ഇവിടെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ളതായ അവകാശം യേശു ക്രിസ്തുവിനുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും, പിതാവായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും യേശു ക്രിസ്തു അവകാശിയാണ്. യേശു ക്രിസ്തുവിനുള്ളതായ എല്ലാ അവകാശങ്ങൾക്കും യേശു ക്രിസ്തുവിൽ കൂടെ, അത് പ്രധാനമായിട്ട് നമ്മൾ മറന്നു കളയരുത്. യേശു ക്രിസ്തുവിനെ ഈ ഫോർമുലയിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല, നമ്മളാരുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നിന്ന് ഇൻ ഹിം എന്ന് മറ്റും ഉള്ളതായ പദപ്രയോഗം എഫേസ് ലേഖനം, കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അത് റോമാലേഖനത്തിലും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാം മക്കളായതിനാൽ നാം അവകാശികളാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ, പ്രയാസങ്ങളും മറ്റും വരുന്ന വേളയിൽ ഇതിന്റെ കണ്ടീഷൻസ്, വചനത്തിലെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇതെന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. പിന്നീട് ഒടുവിൽ പറഞ്ഞിരിക്കുന്ന അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്, അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. യേശുക്രിസ്തു ഇപ്പോൾ കഷ്ടം അനുഭവിക്കുന്നതാണോ എന്ന് ചോദിച്ചേക്കാം. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചാൽ കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലാണ്. എന്നാൽ യേശു നമ്മളുടേതായുള്ള കഷ്ടങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ നമ്മളുണ്ടാക്കുന്ന ചില കഷ്ടങ്ങളുണ്ട്, അതിന്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. കർത്താവിന്റെ നാമനിമിത്തമുള്ളതായ കഷ്ടതയുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. കാരണം അപ്പോസ്തല പ്രവൃത്തി 9:4 പറയുന്ന കർത്താവ് തന്നെ വന്ന് ശൗലിന്, അഥവാ പൗലോസിന് വന്ന് പ്രത്യക്ഷമായപ്പോൾ, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളതായ ദൈവജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഏകീഭവിച്ചുകൊണ്ടാണ് ഇവിടെയുള്ളതായ ദൈവജനങ്ങളുടെ ആ കഷ്ടതയുടെ ആ പൾസ് കർത്താവിന് അറിയാം. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. സെഖര്യാ പ്രവചനത്തിന്റെ 2:8 കാണുന്നത്, നിന്നെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൺമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി വെക്കാത്ത ആൾക്കാരുടെ അടുക്കൽ കണ്ണിലേക്ക് ഒരു പൊടിയോ എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സാവകാശമുള്ള പോലെ എടുത്ത് കളയാമെന്ന് നമ്മൾ പറയത്തില്ല. ആ സമയത്ത് തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളുടെ വേദനകൾ പൂർണ്ണമായി അതേ സമയത്ത് തന്നെ, കർത്താവേ നീ എൻ്റെ വേദനയൊന്നും അറിയത്തില്ലയോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൻ നമ്മളെ അറിയുന്നതാണ്, നമ്മുടെ ഹൃദയമിടിപ്പ് എന്താണെന്ന് അവൻ അറിയുന്നതാണ്. അപ്പോൾ നാം ദൈവമക്കളായതുകൊണ്ട് നാം അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഇത് ദൈനംദിനം നമ്മളെ ഓർപ്പിക്കേണ്ടതായ സംഗതിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ധൈര്യത്തോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. ദൈവമക്കൾ കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതയിൽ, വീണ്ടും ഞാനവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പരിജ്ഞാനക്കുറവുകൊണ്ടുള്ള കഷ്ടത. പരിജ്ഞാനക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിയാതെ അനുഭവിക്കുന്ന പല കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളിൽ കർത്താവ് പങ്കുചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 1:3 പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ
സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കാനിരിക്കുന്ന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അല്പം കൂടെ മനസ്സിലാക്കുമായിരിക്കും. ബ്ലെസ്സഡ് ബി ദി ഗാഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹൂ ഹാസ് ബ്ലെസ്ഡ് us എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൂ ഹാസ് ബ്ലെസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിന്റെ സ്വർഗീയമായ ശ്രീഭണ്ഡാരത്തിലേക്കുള്ളതായ ഒരു പ്രവേശനം കർത്താവ് നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നതായ വേളയിൽ അവരോട് പറയണം, ഈ നമ്മൾ ഒരു പുതിയ അനുഗ്രഹത്തിന്റെ ഒരു പന്ഥാവിലേക്ക് നിങ്ങളെ വഴി നടത്തുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി. അതെന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ അതിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഭൗതികമായ നന്മകൾ. ഓക്കെ, 2 പത്രോസ് 1:2 മുതൽ 4 വരെ ഒരാൾ വായിച്ചാട്ടെ. സിസ്റ്റർ അഞ്ജു സാറ. അപ്പോസ്തലന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെ നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ നമ്മള് ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. മേ ബി മൾട്ടിപ്ലൈഡ്, ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല. ഇൻക്രീസിങ്, അഡീഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. 8 കൂടെ കൂടിയാൽ 16 പക്ഷെ 8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആകും? 64 അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും നമുക്ക് വർദ്ധിക്കുമാറാകട്ടെ. അങ്ങനെ വർദ്ധിക്കുമ്പോൾ തൻ്റെ മഹത്വത്താലും ദൈവത്തിന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യുമെന്നല്ല പറഞ്ഞേക്കുന്നേ, നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് ആൾറെഡി ചെയ്തു കഴിഞ്ഞു. ഹി ഹാസ് ഗിവൺ ടു us all things that pertain to life. ലൈഫ് എന്ന് പറഞ്ഞ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് സോയെ എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. ഗോഡ്ലിനെസ് ത്രൂ ദി നോളജ് ഓഫ് ഹിം. അപ്പം നമ്മളെ ഇത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുള്ള പരിജ്ഞാനത്താൽ അവൻ ആരാണെന്നും അവനിൽ നമുക്കുള്ളതായ പദവികൾ എന്താണെന്നും അത് നമ്മൾക്ക് ഉള്ളതായ പരിജ്ഞാനത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകി തന്നിരിക്കുന്നു. ഓൾറെഡി ഹി ഹാസ് given to us exceeding great and precious promises എന്നാണ്. അപ്പൊ നമ്മളെ ദത്തെടുത്ത് പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അസാധാരണമായുള്ള ദൈവത്തിന്റെ കൃപ നമ്മൾ ദൈനംദിനം അനുഭവിക്കുവാനും ആ ദൈവകൃപയിലേക്ക്, ആ ദൈവത്തിന്റെ തേജസ്സിലേക്ക് മറ്റുള്ളവരെ നടത്തുവാനുമാണ് എന്നുള്ളത് നാം നമ്മളെ തന്നെ എപ്പോഴും ഓർപ്പിക്കണം. 9ാമത്തെ ഭാഗം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായവരെ ദൈവം ഏകീഭവിക്കുന്നു. നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ്. വേറെ ബ്രദർ ബാബു ജോർജ് ഗലാത്യർ 3:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഓക്കെ, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ഗലാത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26 മുതൽ. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു.
അതിൽ യഹൂദനും യവനനും ആ ഭാഗത്തേക്ക് വരുന്ന ഇവിടെ കാണുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. അതിന്റെ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ആസ് മെനി ഓഫ് യു ആസ് were baptized into Christ. As many of you as you were എന്ന് പറഞ്ഞാൽ you were എന്ന് പറഞ്ഞാൽ past tense ആണ്. Baptized into Christ, have put on Christ. മലയാളത്തില് ഉള്ള ട്രാൻസ്ലേഷൻ അത്ര കറക്റ്റ് അല്ല. കാരണം 27ാമത്തെ വാക്യത്തിൽ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ സ്റ്റഡീസിൽ വളരെ സമയം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതാണ്. സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ഷരികമായ ജലസ്നാനത്തെക്കുറിച്ചല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആക്ഷരികമായിട്ടുള്ള ജലസ്നാനത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ക്രിസ്തുവിനെ ധരിക്കുക എന്നതും ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. നമുക്ക് ഒരു ഭാഗത്തിൻ്റെ ഭാഗികമായിട്ട് ഒരു വാക്യം ആക്ഷരികമായിട്ടും ഭാഗികമായിട്ടും അതിൻ്റെ മറ്റു ഭാഗം ആ വാക്യത്തിൻ്റെ തന്നെ മറ്റു ഭാഗം ആലങ്കാരികമായിട്ടും വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പൊ ക്രിസ്തുവിനോടുകൂടെ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായി സ്നാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവുമായി ഏകീഭവിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നാം ക്രിസ്തുവിലാകുമ്പോൾ മുഴുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പുതിയ സൃഷ്ടിയായി തീർന്ന് പുതിയ സൃഷ്ടിയായി നാം ക്രിസ്തുവിനോടുകൂടെ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു. സ്നാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജലസ്നാനം എന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ ജലസ്നാനം ഏറ്റിരിക്കുന്നത് പറഞ്ഞിട്ടില്ല, സ്നാനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പല വാക്കുകളും സിംബോളിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതിനെല്ലാം ബാപ്റ്റിസോ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ തന്നെയും അതിൻ്റെ സിംബോളിക് മീനിങ് ഉണ്ട്, ലിറ്ററൽ മീനിങ് ഉണ്ട്. ജലസ്നാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് ലിറ്ററലായിട്ട് പറഞ്ഞിരിക്കുന്ന സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നാം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നാം ദൈവമക്കൾ ആകുന്നു. ഇപ്പോൾ നാം വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ വായിക്കുന്ന എല്ലാവരും അല്ല, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകൾ എല്ലാവരും നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ ഭാഗം എടുക്കണ്ട, അവിടെ പറയുന്നത് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ഓർപ്പിക്കേണ്ട ഒരു സംഗതി കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാണ്. അങ്ങനെ ആയിത്തീരുന്നതായ വേളയിൽ നമ്മൾ കർത്താവുമായിട്ടൊരു ഏകീഭാവം നടത്തുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ 29ാമത്തെ വാക്കോട് വായിച്ചാട്ടെ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. ഓക്കെ, അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന 23ാമത്തെ വാക്യത്തില് നമ്മൾ വാഗ്ദത്ത പ്രകാരം നമ്മൾ അവകാശികളാണ്. നമുക്ക് യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞാൽ സ്വർഗം മാത്രമല്ല അവകാശം. നമുക്ക് കർത്താവ് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് നൽകി തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ അവകാശപ്പെട്ടതായ സംഗതിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്ന എഫേസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അവകാശത്തിൽപ്പെട്ടതായ കാര്യമാണ്. നമ്മൾ ആൾക്കാർ ഷോർട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. വിശേഷിച്ച് പിശാച് പലപ്പോഴും നമ്മൾ ആരുമല്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പിശാച് മറ്റുള്ളവർ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവമക്കളാകെ തീർന്ന സന്ദർഭത്തിൽ പിശാച് ചെയ്യുന്ന സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമക്കളായി തീർന്നു, ഇനിയും ഇനിയും വലിയ ഗുണമൊന്നുമില്ല, പിന്നീട് എന്തെങ്കിലും ചത്ത് സ്വർഗത്തിൽ ചെല്ലുകയാണെങ്കിൽ അന്നേരം കിട്ടുന്നതാണ്. അപ്പം പല ആൾക്കാരും ചോദിക്കും എന്താ കിട്ടുമെന്ന്. ഞാൻ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അതിന് എന്തോ ഉറപ്പുണ്ട്. അതെന്നാ നമുക്ക് ഇവിടെ വായിക്കുന്നതല്ല ഉള്ളൂ. ആ പറച്ചിൽ കേട്ടാൽ അറിയാം ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉവ്വ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ കാണുന്ന ന്യൂസുകൾ ദിവസം പ്രതി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അത് കൗണ്ട് ചെയ്യാവുന്നതാണ്, നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, മറ്റുള്ള ദൈവമക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ദത്തെടുത്ത് പുത്രത്വം പ്രാപിച്ച ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ്. മറ്റുള്ള ദൈവമക്കളെ എല്ലാം മുഖപക്ഷമില്ലാതെ ഒരുപോലെ സ്നേഹിക്കണം. അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ചിലപ്പോഴൊക്കെ.
പക്ഷെ അത് ചെയ്യാൻ ശ്രമിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്, കഴിയുമെങ്കിൽ ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത്, അതൊരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1 തിമോഥെയോസ് 5:21 അത് BSI ഞാൻ വായിച്ചോളാം. BSI എന്ന് പറഞ്ഞാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ നമ്മൾ സാധാരണ വായിക്കുന്ന പുസ്തകമാണ്. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ സിദ്ധാന്തം കൂടാതെ ഇവയെ പ്രമാണിച്ചു കൊള്ളണമെന്ന് ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അതാണ് നമ്മുടെ ട്രാൻസ്ലേഷനകത്തുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ അല്പം അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് ഭാഷ അല്പമായിട്ട് സ്ട്രക്ചർ ചെയ്തു. അതാണ് ജീവി എന്ന് പറഞ്ഞ എൻ്റെ പേരാണ്. നീ മുഖപക്ഷം നോക്കാതെ ഇവ പക്ഷഭേദമില്ലാതെ പ്രമാണിക്കണം എന്ന് ക്രിസ്തുവിനെയും ഈ ശ്രേഷ്ഠ ദൂതന്മാര്, ദൂതൻ എന്നുള്ള വാക്കിന് ദൈവത്തിന്റെ ദൂതൻ ആയിട്ട് ഈ സ്വർഗീയമായ ദൂതന്മാരാകാം, അല്ലെങ്കിൽ ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂത് വഹിക്കുന്ന ആരും വേണമെങ്കിൽ ഒരു മെസ്സഞ്ചർ എന്ന് പറയാനായിട്ട് സാധിക്കും. ഏഞ്ചലോസ് എന്നുള്ള വാക്ക് സ്വർഗീയമായിട്ടുള്ള ഏഞ്ചൽസും ആകാം, അല്ല എങ്കിൽ ദൈവത്തിന്റെ ദൂത് വഹിക്കുന്ന ആളുമാകാം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നീ മുഖപക്ഷം നോക്കാതെ ഇവ പക്ഷഭേദമില്ലാതെ പ്രമാണിക്കണമെന്ന് ക്രിസ്തുയേശുവിനെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അത്ര ഗൗരവമുള്ളതായ ഒരു അനുശാസനമാണ് ഇത്. ന്യൂ കിങ് ജെയിംസ് NKJV എന്ന് പറഞ്ഞ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ന്യൂ കിങ് ജെയിംസ് വേർഷനാണ്. I charge you before God and the Lord Jesus Christ and the elect angels. അതുകൊണ്ട് ഇലക്ട് ഏഞ്ചൽസ് എന്നുള്ളതാണ് ശ്രേഷ്ഠ ദൂതന്മാർ എന്ന് വിവർത്തനം ചെയ്തത് മലയാളത്തിലേക്ക്. That you observe these things without prejudice, doing nothing without partiality. യാതൊരു വിധമായ മുഖപക്ഷം കൂടാതെ വണ്ണം നാം ചെയ്യണം. ഓക്കെ, ഇത് തന്നെ യാക്കോബ് ലേഖനത്തില് 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ സിസ്റ്റർ അഞ്ജു നേരത്തെ വായിച്ച സിസ്റ്റർ അഞ്ജു സാറാ അല്ലെങ്കിൽ ഓക്കെ. സഹോദരന്മാരെ തേജസ്സുള്ളവനായി യേശുക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലുമെന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ഓക്കെ, ഇതിൽ ബ്രാക്കറ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാക്യത്തിൽ ബ്രാക്കറ്റിനകത്ത് ഞാൻ അത് എഡിറ്റോറിയൽ വർക്ക് ചെയ്തതാണ്. ഈ പള്ളിയിൽ നിന്നുള്ള പദപ്രയോഗം അല്ലൂടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യുവർ ഫെലോഷിപ്പ്, നിങ്ങളുടെ കൂട്ടായ്മയിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ പള്ളിയിൽ ഒക്കെ മോടിയുള്ള വസ്ത്രം, അതുപോലെ തന്നെ പിന്നീട് ന്യായരഹിതമായി എന്ന് പറഞ്ഞാൽ ദോഷ ചിന്തകൾ ഉള്ളവരായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുഖപക്ഷം കാണിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ കഴിവതും ചെയ്യരുതെന്നല്ല പറഞ്ഞേക്കുന്നത്. അതിൽ അപ്പോസ്തലനായ യാക്കോബ് അവിടെ ഒരു അനുശാസിക്കേണ്ട ഒരു കൽപ്പനയായിട്ടാണ്. നമ്മൾ ദൈവമക്കളായി കഴിയുന്ന ഉടനെ നമ്മുടെ ചർച്ചിൽ വരുന്നു കഴിഞ്ഞാലും വന്നില്ലെങ്കിലും മറ്റുള്ള ദൈവമക്കളോട് നാം മുഖപക്ഷം കാണിക്കരുത്. പക്ഷഭേദമായിട്ട്, പക്ഷപാതമല്ല, പക്ഷഭേദമായിട്ട് നമ്മൾ ഇടപെടരുത്. ഉദാഹരണം പറഞ്ഞെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട്, അവിടെ ഉള്ള പള്ളികളിലെ ആളുകൾ പൊന്മോതിരം ഇട്ടുകൊണ്ട് വരുന്ന ആളുകളുണ്ട് എന്ന് അത് വ്യക്തമാണ്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ മോടിയുള്ള വസ്ത്രം ധരിച്ച ഇവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും, ഇപ്പോഴത്തെ ലെവൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറും അല്ലാതെ നടന്നും വരുന്ന ഒരാളെ ഒരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. നീ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ പാതപെടുത്തിരിക്കുക എന്ന് ദരിദ്രനോട് പറയുന്നുവെങ്കിൽ നീ ഉള്ളിൽ പ്രമാണമില്ലാതെ ദോഷ ചിന്തകളുള്ളവരായി വിധിക്കുന്നവരായില്ലയോ? അപ്പൊ ആയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി നിശ്ചയമായിട്ടും അത് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, മൈ ബ്രദറൻ, do not hold faith of our Lord Jesus Christ, the Lord of glory, with partiality. For if there should come into your assembly a man with gold rings in fine apparel, and there should also come in a poor man in filthy clothes, then you pay attention to the one wearing
the fine clothes and say to him, you sit here in a good place. And say to the poor man, you stand there or sit at my footstool. His question is, the rhetorical question is, have you not shown partiality among yourself and become judges with evil thoughts? അതാണ് ദുശ്ചിന്തകൾ ഉള്ളവരായിട്ട്. പാർഷ്യാലിറ്റി എന്ന് പറയുന്നത്, മുഖപക്ഷം കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദുർചിന്ത, തെറ്റായിട്ടുള്ള ദോഷമുള്ളതായ ചിന്തയുള്ളതാണ്. അപ്പം ദൈവമക്കളുടെ ഇടയിൽ അത് പാടില്ല. നമ്മൾ ദൈവമക്കളായി തീരുമ്പോൾ ഡിസൈപ്പിൾഷിപ്പിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന വേളയിൽ അവരെ ഒരു ആത്മീകമായുള്ള പക്വത, മറ്റുള്ളവരെ ദൈവമക്കളായി കാണുന്നതിനുള്ളതായ പക്വത ഉണ്ടാക്കണം, അതിനായിട്ട് ഒരുക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് അതിന്റെ 11ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ യജമാനനാകണമെങ്കിൽ പക്വത പ്രാപിച്ചിരിക്കണം. എ ചൈൽഡ് ഓഫ് ഗാഡ് മസ്റ്റ് അറ്റൈൻ മെച്യൂരിറ്റി. മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെച്യൂരിറ്റിയുടെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്, ബിഹേവിയറൽ മെച്യൂരിറ്റിയെ കുറിച്ചല്ല മാത്രം അല്ല പറഞ്ഞേക്കുന്നത്, സ്പിരിച്വൽ മെച്യൂരിറ്റി. ഓക്കെ, ഗലാത്യർ 4:1 പറഞ്ഞിരിക്കുന്നത്, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുത്രത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്വതയുള്ള മകനായിട്ട് ദത്തെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രായമുള്ള മകനായിട്ട്, ഒരു കുഞ്ഞായിട്ടല്ല ദത്തെടുക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. അവകാശി ആ കുഞ്ഞാണെങ്കിൽ തന്നെയും അവൻ അവകാശിയാണ്. അത് എന്നാൽ അവകാശി അവനുള്ളതായ അവകാശം പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, അവൻ ഇപ്പോഴും ആത്മീയമായ ശിശുവാണ്. ഓക്കെ, അങ്ങനെ 7ാമത്തെ വാക്യത്തില്, നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രൻ എങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു, അല്ലെങ്കിൽ പുത്രൻ ആയതിനാൽ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. നാം ഇപ്പോഴും ഈ പഴയ സ്ലേവ് മെന്റാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരാൾ സംസാരിക്കുന്ന രീതി കേട്ടാൽ അറിയാം, ഒരാൾ പ്രാർത്ഥിക്കുന്ന രീതി കേട്ടാൽ അറിയാം. അവകാശി പ്രാർത്ഥിക്കുന്നതിന് കൂട്ടാണോ പ്രാർത്ഥിക്കുന്നത്, അതോ സ്ലേവ് പ്രാർത്ഥിക്കുന്നതിന് കൂട്ടാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സ്ലേവ് പ്രാർത്ഥിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ് ചേഞ്ച് ചെയ്യണം. നമ്മൾ ദൈവത്തിന്റെ അവകാശികൾ, പിശാച് കേൾക്കുന്ന വേളയിൽ അവൻ തന്നെ വണ്ടടിക്കട്ടെ. നമുക്ക് അവകാശം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ, നമുക്ക് ആത്മീയമായിട്ടുള്ള പക്വതയില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും അധോഗതിയാണ് ഉണ്ടാകുന്നത്. 12ാമത്തെ വാക്ക് അതുകൊണ്ട് അടുത്ത ബന്ധമുള്ളതായ ഒരു പോയിന്റാണ്, ഫൈനൽ പോയിന്റ്. ദൈവമക്കൾ മഹാരാജാവിന്റെ, രാജാധിരാജാവും കർത്താധികർത്താവുമായ ദൈവത്തിന്റെ മക്കളാകയാൽ നമ്മൾ രാജകീയ ഭാഷ സംസാരിക്കുവാൻ അഭ്യസിച്ചിരിക്കണം. The king's son or daughter should learn to speak like a king. ഈ രാജാവ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. എല്ലാം അത്ര സ്ക്രിപ്ചർ ബേസ് അല്ല എങ്കിൽ തന്നെയും ഈ 10 കമാൻഡ്മെന്റ്സ് സാധാരണ അനേക പ്രാവശ്യം ഇവിടെ കാണിക്കാറുണ്ട്, TV-ലും മറ്റും കാണിക്കാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫറവോനായിട്ട് ആക്ട് ചെയ്യുന്ന ആള് രാജാവ് സംസാരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. രാജാവ് ഒരാൾക്ക് നീ ഇന്നത് ചെയ്യണമെന്ന് പറയത്തില്ല, രാജാവ് പറയുന്നത് നീ ഇത് ചെയ്തിരിക്കും. മിലിറ്ററി കമാൻഡേഴ്സ് പറയുന്നത് അത് തന്നെയാണ്. യു കം ഹിയർ എന്നുള്ളതല്ല, യു ബി ഹിയർ എന്നുള്ള കൽപ്പനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രാജാവ് സംസാരിക്കുമ്പോൾ അതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. ഒരു അടിമയുടെ സംഭാഷണ രീതിയും ഒരു രാജാവിന്റെ സംഭാഷണ രീതികളും തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ രാജകീയ പുരോഹിത വർഗം എന്നവണ്ണം നാം സംസാരിക്കണം. ആ പുതിയ ഭാഷാ ശൈലി നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായതിനാൽ ഒരു സ്ഥാനാപതിയെ പോലെ സംസാരിക്കുവാനും അഭ്യസിച്ചിരിക്കണം. ക്രിസ്തു നമ്മളെ ഈ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിട്ട് ആക്കി വെച്ചിരിക്കുന്നതിനാൽ ആ സ്ഥാനാപതി എന്നുള്ളതായ നിലയിൽ സംസാരിക്കണം. ഒരു സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനെയോ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി, ആ രാജാവോ അല്ലെങ്കിൽ പ്രസിഡന്റോ എന്ത് കാര്യം സംഭവിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ നിലയിലാണ് അവർ സംസാരിക്കുന്നത്.
2 കൊരിന്ത്യർ 5:20 പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഓർത്തണം, ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നുകൊള്പിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് പകരം സംസാരിക്കുന്ന ആൾക്കാരാണ് ക്രിസ്തുവിന്റെ സ്ഥാനാവധികൾ. നാം ക്രിസ്തുവിന്റെ സ്ഥാനാവധികളാണ്. അപ്പോൾ സ്ഥാനാവധികളായതിനാൽ ക്രിസ്തു സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും പഠിച്ചിരിക്കണം. യേശു ദൈവത്തിനായതിനാൽ എപ്പോഴും അധികാരത്തോടുകൂടി ആയിരുന്നു സംസാരിച്ചിരുന്നത്. യേശുവിന്റെ പരസ്യശുശ്രൂഷയുടെ വേളയിൽ അവൻ അധികാരത്തോടുകൂടി സംസാരിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിഷ്യത്വം പ്രാപിക്കുന്ന ആളുകൾ യേശുവിന്റെ ശിഷ്യന്മാരായി തീരുന്നവരും യേശുവിനെ അനുകരിക്കണം, സംഭാഷണ രീതിയിലും എല്ലാ നിലയിലും. Okay, disciples of Jesus also should copy or mimic the authority that is in them. Okay, ദൈവമക്കളായവർ യേശുവെ പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെ അധികാരത്തോടുകൂടെ സംസാരിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവാണ് അധിവസിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു അധിവസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. ഭൂതബാധിതരായിട്ടുള്ള ആളുകൾ, ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ദൈവമക്കളെ കൂട്ടി സംസാരിക്കുന്നില്ല. ചില പിശാച് ഈ മിമിക് ചെയ്യാനായിട്ട് മിടുക്കനാണ്, അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നാൽ അവന്റെ സംസാരത്തിൽ പിശാച്, എനിക്കറിയാം ചില സന്ദർഭങ്ങളിൽ പിശാച് ബാധിച്ചിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന സന്ദർഭമുണ്ട്. നമ്മുടെ അധികാരം ഇല്ല എന്ന് തോന്നുന്നു കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ പോകത്തില്ലെന്ന് പറയും. നമ്മൾ യേശുവിന്റെ നാമത്തിൽ എല്ലാം നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക അധികാരത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, പുറത്തു പോകാ എന്ന് പറഞ്ഞാൽ പോകുക തന്നെ ചെയ്യും. ഓക്കെ, ലൂക്കോസ് 4:32 യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ വചനം, യേശുവിന്റെ വചനം അധികാരത്തോടുകൂടി ആയതിനാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു, വിസ്മയിച്ചു. അവർക്ക് അത്ഭുതമായി. മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണമായിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവരായിട്ട് സംസാരിക്കട്ടെ. മറ്റവർ സംസാരിക്കുന്നത് അധികാരമുള്ളവരായിട്ടല്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യേശു സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണെന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അത് അവന്റെ അധികാരത്തിൽപ്പെട്ടതായ സംഗതിയാണ്. They were astonished at his teaching, for his word was with authority. യേശു ആ അധികാരം ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അധികാരത്തോടുകൂടി സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രകടനമാണ്. ഓക്കെ, ലൂക്കോസ് വിശേഷം നമുക്കത് അറിയാവുന്ന ഒരു സംഭവമാണ്. ഞാനും ലൂക്കോസ് 7:8-9 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ശതാധിപനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റോമൻ സെഞ്ചൂറിയൻ, റോമൻ ശതാധിപൻ പറയുന്നത് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട, ഞാൻ അധികാരമുള്ള വ്യക്തിയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരാള് ആരോടാ സംസാരിക്കുന്നത്? യേശുവിനോടാണ്. യേശു അത്ഭുതം ചെയ്യുന്നതായ രീതികളും മറ്റും ഈ ശതാധിപൻ കണ്ടിട്ട് അവൻ മനസ്സിലാക്കി, ഈ യേശു ഉയരത്തിൽ നിന്നുള്ളതായ വേറൊരു അധികാരത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യനാണ്. റോമൻ കൈസറുടെ അധികാരത്തിന് കീഴെയുള്ളതായ ഒരു മനുഷ്യനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്, ഒരുത്തിനോട് പോകാം എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. അത് മിലിറ്ററി കമാൻഡ് ഓർഡറാണ്. എനിക്കറിയാം, ഞാൻ കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിച്ച സന്ദർഭം 2 വർഷം NCCയിലുണ്ടായിരുന്നു, നാഷണൽ കേഡറ്റ് കോഴ്സ്. അപ്പം ഇതിന്റെ ട്രെയിനിങ്, ബൂട്ട് ക്യാമ്പ് ട്രെയിനിങ് കോളേജ് വെച്ച് പഠിച്ചിട്ടുള്ള എനിക്കറിയാം. അവർ കമാൻഡ് പറഞ്ഞാൽ അതുപോലെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരാളോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മെസ്സഞ്ചറിനെ താൻ അവിടെ വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തൻ്റെ ഒരു അടിമയ്ക്ക് വേണ്ടി, തനിക്ക് പ്രിയമുള്ളതായ ഒരു അടിമ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് കിടക്കുകയാണ്.
ഫോർ ഐ ആൾസോ ഐ എം എ മാൻ. അപ്പം യേശു അധികാരത്തിന് കീഴിലുള്ള വ്യക്തി ആയതിനാൽ യേശു കൽപ്പിക്കുന്ന രീതികളെല്ലാം അധികാരത്തോടു കൂടിയാണ്. ഇത് റോമൻ സെഞ്ചൂറിയൻ മനസ്സിലാക്കി, റോമൻ ശതാധിപൻ മനസ്സിലാക്കി. എന്നാൽ മനസ്സിലാകാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, യഹൂദന്മാരായുള്ള ആളുകൾ. ഓക്കെ, അധികാരത്തോടുകൂടി സംസാരിക്കുന്നത് അത്ഭുതമുണ്ടാക്കുന്നതാണ്. ഓക്കെ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു അത് കേട്ടിട്ട് അവങ്കൽ അല്ലെങ്കിൽ അവനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ റോമൻ ശതാധിപനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, അതായത് യഹൂദന്മാരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യേശുവിനെ കൂടെ അതിശയിപ്പിച്ചതായ ഒരു സംഗതി, അതായത് യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം താൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ റോമൻ സെഞ്ചൂറിയൻ മറ്റൊരു പുറജാതിക്കാരനായിരുന്നിട്ട് പോലും താൻ മനസ്സിലാക്കി എന്നുമാണ് പറയുന്നത്. വേറൊരു ഭാഗത്ത് അവരുടെ അവിശ്വാസം കണ്ട് യേശു അതിശയിച്ചപ്പെടുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മൾ അധികാരത്തോടുകൂടി സംസാരിക്കുമ്പോൾ എന്തുണ്ടാകും? അത്ഭുതങ്ങൾ നടക്കും. അധികാരത്തോടുകൂടി സംസാരിക്കുമ്പോൾ പിശാച് വിട്ടോടിപ്പോകും. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, യേശുവിന്റെ നാമത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ മാറിയെങ്കിലും ഒക്കത്തുള്ളൂ. ഓക്കെ, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. രണ്ട് ഗ്രീക്ക് വാക്കാണ്. അധികാരം എന്ന് പറയുന്ന എക്സൂസിയ എന്നുള്ളതായ ഗ്രീക്ക് വാക്കും ശക്തി എന്നുള്ളതിന് ഡ്യൂനമിസ്. നമ്മളത് സാധാരണ കേൾക്കുന്ന വാക്കുകളാണ്, വിശേഷിച്ച് ശക്തി. ഡ്യൂനമിസ് സാധാരണ പ്രാസംഗികർ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ലൂക്കോസ് 9 അതോറിറ്റി ആൻഡ് പവർ അവിടെ കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ 12 വരെ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ശക്തി കൊടുത്തത് മാത്രമല്ല, അത് നിവർത്തിക്കുവാനുള്ളതായ അധികാരം കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. ഈ യാക്കോബ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അല്ലാതെ മറ്റെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ സൗഖ്യമാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാസ്റ്ററെ, അത് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് അവർ സൗഖ്യമായില്ലെങ്കിൽ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ നീ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ ആൾ സൗഖ്യമായില്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല, ദൈവത്തിൻ്റെ ഹിതമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ളതായ ഒരു എക്സ്ക്യൂസാണ്. കാരണം അധികാരം എന്താണെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സൗഖ്യം വന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അത് അന്നേരം ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടാകില്ലെങ്കിലും അത് സൗഖ്യം ഉണ്ടാകും, ദൈവത്തിന്റെ പിടുത്തലുണ്ടാകും. ഓക്കെ, ലൂക്കോസ് 10:19 പറയുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം എക്സൂസിയ തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരികയില്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരം കൊടുത്തു, ശക്തി തന്നു. നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നവർക്ക് ശക്തിയുണ്ട്, അതോടുകൂടെ അധികാരവുമുണ്ട്. ആ അധികാരം നമ്മൾ വിനിയോഗിക്കുവാൻ തക്കവണ്ണം നമ്മൾ കഴിവുള്ളവരായിരിക്കണം. ഞാൻ ഒരിക്കല് ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല, 92 ഞാൻ മദ്രാസിൽ തമിഴ്നാട്ടിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ പാസ്റ്ററെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ പോയതായ വേളയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയ വഴിക്ക് പെട്ടെന്നൊരു വലിയ ട്രാഫിക് ജാം ഉണ്ടായി. ട്രാഫിക് ജാമിൽ ഞാൻ അവിടെ ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്, പാസ്റ്ററാണ് വണ്ടി ഓടിക്കുന്നത്. പെട്ടെന്ന് ഒരു സ്ത്രീ ഒരു വിസിലടിച്ച് അവരുടെ കയ്യിൽ സൈനൊന്നുമില്ല, കൈ ഞാൻ അങ്ങോട്ട് നീട്ടിന് ശേഷം സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഞാൻ ഈ സ്ത്രീയെ നോക്കിയ സന്ദർഭത്തിൽ അവരൊരു ശോഷിച്ച ഒരു സ്ത്രീയാണ്. നോക്കിയ സന്ദർഭത്തിൽ അവൾക്ക് മറ്റുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. എനിക്ക് മനസ്സിലാക്കി, അവരുടെ ബാഡ്ജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി അവർ ഹൈ ലെവലുള്ളതായ പോലീസ് ഉദ്യോഗസ്ഥയാണ്. സാധാരണ മറ്റുള്ള പോലീസുകാരുടെ കൂട്ട് വലിയ കൊമ്പമേശയോ
ഒന്നുമില്ല, വലിയ തടിയില്ല. ഞാൻ അവളെ നോക്കിയതായ വേള എനിക്ക് മനസ്സിലായി അവളുടെ മദ്രാസ് തമിഴ്നാട് ഗവൺമെന്റിന്റെ അവിടുത്തെ ബാഡ്ജ് ഉണ്ട്. ഈ ബാഡ്ജിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൈ ഉയർത്തി കാണിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ആര് തന്നെയാണെങ്കിൽ തന്നെയും അവർ കൈ നീട്ടി സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിൻബലമായിട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ സകല അപ്രൂവലുമുണ്ട്. നമ്മൾ യേശുവിന്റെ നാമത്തിൽ കൈവച്ചതിന് ശേഷം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധികാരത്തിലല്ല, യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം, സ്വർഗത്തിലുള്ളതായ അധികാരം മുഴുവനും ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി അധികം അലറിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്താണെന്നും നമ്മൾക്കുള്ളതായ ശക്തി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മാറിയെങ്കിലൊക്കത്തുള്ളൂ, സാഹചര്യങ്ങൾ മാറിയെങ്കിലൊക്കത്തുള്ളൂ. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ ഞാൻ വിചാരിച്ച് ഇതൊക്കെ എഴുതിയിട്ടുള്ളത് സത്യമാണെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ മിനിസ്ട്രിയിലും ഇത് നടക്കേണ്ടതാണല്ലോ. ഇപ്പം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ, അന്ന് 2 കുഞ്ഞുങ്ങൾ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് മൊത്തം ഉള്ളത്. അപ്പം വൈഫ് വീക്കെൻഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഞായറാഴ്ച സർവീസ് കഴിഞ്ഞ ശേഷം വൈകിട്ട് ഒരു മീറ്റിങ്ങിന് ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു വാനുണ്ട്. ആ വാനിനകത്ത് കുഞ്ഞുങ്ങളെ 2 പേരും അവരുടെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അവരുടെ കാർ സീറ്റിനകത്താക്കി അവർ ഇരിക്കുകയാണ്. പോയ വഴിക്ക് അതിഭയങ്കരമായ മഴ. ആ മഴ സാധാരണഗതിയിൽ ആണെങ്കിൽ വിൻഷീൽഡ് കഷ്ടിച്ച് കാണാൻ നോക്കും. എത്ര ഫാസ്റ്റായിട്ട് വിൻഷീൽഡ് വൈപ്പർ ഇട്ട് ഓണാക്കിയാലും ഞാൻ വിചാരിച്ചു ദൈവത്തിന് പറഞ്ഞുകൊണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ച് മഴ പെയ്തില്ല. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പിള്ളേരുടെ പറഞ്ഞു, നമ്മൾ പോകുന്നത് ഇന്ന മീറ്റിങ്ങിനാണ് പോകുന്നത്, ഇന്നടുത്തു നിന്ന് അവിടുന്ന് ഒരു 2-3 മൈൽ അകലെ മാറി ഒരു ഇന്റർസെക്ഷനിൽ ആ ഭാഗം കഴിഞ്ഞതിന് ശേഷം അവിടെ മഴ പെയ്യത്തില്ല. ഡാഡി, ഹൗ ക്യാൻ ഇറ്റ് ബി? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, യു ജസ്റ്റ് വാണ്ട് സീ. അവിടെ വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇന്ന ഇന്റർസെക്ഷൻ ആ ഹൈവേയുടെ കഴിഞ്ഞതിന് ശേഷം മഴ കംപ്ലീറ്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ആ ഭാഗത്തേക്ക് ചെന്നതിന് ശേഷം കംപ്ലീറ്റ് മഴ സ്റ്റോപ്പ് ചെയ്തു. ഇത് ജോർജ് വർഗീസിന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അധികാരം എന്താണെന്നും ഞാൻ ആരാണെന്നും ഉള്ളത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ ഹിതമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. അത് സംഭവിക്കും. അത് അനേക സന്ദർഭങ്ങളിൽ ഇത് കണ്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം സേവിക്കുന്നതായ ദൈവം ആരാണെന്നും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികമായുള്ള ശക്തി എന്താണെന്നും നാം പൂർണ്ണമായി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ അധികാരത്തിൽ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം സംസാരിക്കുമ്പോൾ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കണം. യേശു പിതാവാം ദൈവത്തെ എപ്രകാരം അനുകരിച്ചുവോ അതുപോലെ നാമും ദൈവമക്കളാകയാൽ യേശുവിനെ അനുകരിക്കണം. നാം യേശു ഏത് നിലയിലാണ് ശുശ്രൂഷിച്ചിരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയതിനു ശേഷം യേശുവിനെ അനുകരിക്കുന്നവരായിരിക്കണം. യോഹന്നാൻ 8:38 കാണുന്നത്, പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ തന്നോട് എതിർക്കാൻ വന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ പിശാച് ആണ് അവരുടെ പിതാവ്. വേറൊരു ഭാഗത്ത് അവിടെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നാം പിതാവുമായിട്ട് അങ്ങനെ ഒരു അഭേദ്യ ബന്ധം, കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ, ദൈവമായി ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും സംസാരിക്കുകയും പിതാവുമായിട്ട് നാം എപ്പോഴും കൂട്ടായ്മ ചെയ്യുന്നവരുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഓക്കെ, അതിന്റെ 49-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 12:49 പറഞ്ഞിരിക്കും, ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത്
പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നുണ്ട്. അപ്പൊ യേശു പറഞ്ഞിട്ടുള്ളത്, യേശു ചെയ്തിട്ടുള്ളത് പിതാവിന്റെ കൽപ്പനയായിട്ടുള്ള സംഗതി മാത്രമേ യേശു സംസാരിച്ചിട്ടുള്ളൂ. യേശു ദൈവമാണ്, ദൈവം മനുഷ്യനായിട്ട് വന്നതാണ്. അപ്പൊ മനുഷ്യനായിരിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കുന്നത് പിതാവാം ദൈവം സംസാരിക്കുന്ന അതേ സംഗതി തന്നെ ആണ് സംസാരിക്കുന്നത്. നമുക്ക് പറയാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവം എന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പ് വരാനൊക്കെ അതിന്റെ 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു, ആകയാൽ ഞാൻ സംസാരിക്കുന്ന പിതാവ് എന്നോട് അരുളി ചെയ്യുന്നത് പോലെ തന്നെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ഉറപ്പ്, പൂർണ്ണമായിട്ടുള്ള ആ ധൈര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവമക്കളായവർ ശിഷ്യത്വത്തിന്റെ അടുത്ത പോയിന്റാണ്. ദൈവമക്കളായവർ ശിഷ്യത്വത്തിന്റെ ഭാഗമായി ക്രിസ്തു കാണിച്ചതുപോലെയുള്ള ദൈവസ്നേഹം, അതാണ് അഗാപ്പെ, ദൈവത്തിന്റെ സ്നേഹം, അഗാപ്പെ. അങ്ങനെ ആ സ്നേഹത്തെ അനുകരിക്കുന്നവരായിരിക്കണം. ഓക്കെ, എഫേസ് ലേഖനം 5:1-2 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തിന്റെ നമ്മളെ എഫേസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നമുക്ക് ദൈവത്തിന്റെ പ്രിയനായവരിൽ നമ്മളെ തിരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഏറ്റവും പ്രിയനായ വ്യക്തി എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ പ്രിയനായ യേശുക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത കാരണത്താൽ നമ്മൾ ആരാ? ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. അങ്ങനെ ആകയാൽ ദൈവത്തെ അനുകരിപ്പിൻ, ദൈവത്തെ മിമിക്ക് ചെയ്യണം. എൻ്റെ പിതാവ്, ഞാൻ ഓർക്കുന്നുണ്ട്, പുള്ളിക്കാരന് ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ മിലിറ്ററിയിലെ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അപ്പച്ചൻ്റെ ഷൂസും അപ്പച്ചൻ്റെ അന്ന് ഉപയോഗിച്ചിരുന്ന കോട്ടും അതെല്ലാം അവിടെ വീട്ടിൽ കൊണ്ട് കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് തീരെ 5-6 വയസ്സ് പ്രായമുള്ളൂ. എനിക്ക് താല്പര്യമുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ആ ഷൂസിനകത്ത് കയറി നടക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായിരുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? അപ്പച്ചൻ്റെ ഫോട്ടോ അവിടെ കിടപ്പുണ്ട്, മിലിറ്ററിയിലെ ഫോട്ടോ. അതെനിക്ക് വളരെ താല്പര്യം ഉണ്ടാക്കിയ സംഗതിയാണ്. എൻ്റെ പിതാവിനെ പോലെ, പിതാവ് നടന്നതുപോലെ എനിക്ക് നടക്കണം. ഈ ഷൂസിനകത്ത് കയറി നടക്കുന്ന കാര്യം ഓർത്ത്. ഓക്കെ, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയും ആയ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിന്. ആര് സ്നേഹത്തിൽ നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ദൈവമക്കളായവർ സ്നേഹത്തിൽ നടപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെതായുള്ള ദൈനംദിന രീതികളെല്ലാവരും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്നേഹത്തിൽ നാം നടക്കണം. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കണം. വേറെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ, ദൈവസ്നേഹം നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെല്ലാം ഗുണപ്പെടുത്താനായിട്ട് സാധിക്കും. ആളുകൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് ചോദിക്കാം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ദൈവസ്നേഹം കുടുംബ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നും ഇത് ബാധകമല്ലായിരിക്കാം, ബാധകമല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അഥവാ അങ്ങനെയുള്ളതായ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങളോടാണ് പറയുന്നത്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദി ലവ് ഓഫ് ഹസ്ബൻഡ് ടുവേഴ്സ് ദെയർ വൈഫ്സ്. എഫേസ് 5:25, 26, 28 വാക്യങ്ങൾ, 25, 28. ഭർത്താക്കന്മാരെ നമുക്ക് മാതൃകയായിട്ടുള്ളത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭർത്താക്കന്മാരെ പറയുന്നത് ഒരു കൽപ്പനയായിട്ടാണ്. ഓക്കെ, 28-ാമത്തെ വാക്യത്തിൽ, അതുപോലെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നു. പാസ്റ്റർ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ്, പിന്നെ എപ്പോഴും പറയുന്നില്ലെന്നേ ഉള്ളൂ. പണ്ട് ആരണ്ട് കല്യാണത്തിന് 10-30 വർഷത്തിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു, ഐ ലവ് യു സ്വീറ്റ് ഹാർട്ട്. നമ്മുടെ മലയാളത്തിൽ ഈ ഐ ലവ് യു എന്നുള്ളതായ പദപ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വേണ്ടാത്തതാണെന്ന് തോന്നിപ്പോകല്ലേ. കാരണം മലയാളത്തിൽ ആ പദപ്രയോഗമില്ല. ഉടനെ ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിലേ ഒക്കത്തുള്ളൂ. ആ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തന്നെ, പണ്ട് ഒരിക്കൽ ഞാൻ പ്രസംഗിച്ച സന്ദർഭത്തിൽ എൻ്റെ ഭാര്യ എടുക്കൽ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട്, ഓ ഇയാൾ വന്നേക്കുന്ന ഐ ലവ് യു എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ഭാര്യ എടുക്കുക പറഞ്ഞാൽ മതി, മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. നിന്റെ സ്വന്തം ഭാര്യ എടുക്കൽ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളായിട്ടുള്ളവർ
അവരുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കണം. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള മനോഭാവം, ഓക്കെ, ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ഭാര്യമാർക്കും, ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആരാണ്ടൊക്കെ പറഞ്ഞു പാസ്റ്ററെ ഭർത്താവിനെ സ്നേഹിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചോണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതാണ് ആ സഹോദരിയുടെ വ്യാഖ്യാനം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജോലി സ്ഥലത്ത് അധികാരികളുടെ കീഴ്പ്പെട്ടു ഇരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് കീഴ്പ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ചല്ല, അത് തെറ്റാണ്. ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങുവിൻ. അതിന്റെ കാരണം കാരണം പറഞ്ഞിരുന്നത് ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായ സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഈ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ സ്ഥാനക്കുറവ് വലിയ ഇടിപറ്റിപ്പോയെന്നുള്ള നിലയിലാണ് ഈ കാലയളവിൽ അനേകരും വ്യാഖ്യാനിക്കുന്നത്. അല്ലല്ല, കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുക. അത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പരസ്പരം ഇവിടെ ഭാര്യമാരുടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര മനോഭാവം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം പരസ്പരം കീഴ്പ്പെട്ടിരിപ്പിൻ. ഭാര്യയോട് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. ഫിലിപ്പിയർ 2:3 പറഞ്ഞ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ, അത് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കൂടെ ആകാം, അല്ലെങ്കിൽ ഭാര്യയെ കൂടെ ആകാം, തന്നെത്താൻ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഞാൻ ഈ ചില സ്റ്റേജുകളിൽ എനിക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചില പ്രസ്താവനകൾ, ചില ആൾക്കാരുണ്ട് സ്ത്രീകളെ താഴ്ത്തി കെട്ടി പറയുന്ന ഒരു സ്ത്രീകളെ രണ്ടാം കട ആൾക്കാരാണ് ഇന്ന് മറ്റും പ്രസംഗിക്കുന്ന ചില പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമല്ലത്. വചനത്തിൽ പറഞ്ഞിട്ടുള്ളതായ സംഗതിയല്ല. സ്ത്രീകൾ, സഹോദരിമാർ അവരെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ ആരെങ്കിലും പാസ്റ്റേഴ്സ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണി അതുപോലെ സംസാരിക്കണം എന്നുള്ളതാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സെഷൻ അവിടെ തീർക്കുന്നുണ്ട്. ഇതിൻ്റെ 10ാമത്തെ പോയിന്റ് ഞാൻ ഇതിലേക്ക് വരാം. അത് വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ളതായ അറിവ് നമുക്കുണ്ടാകണം. അപ്പം നമ്മൾ ആളുകളെ ഒരാളെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. ആളുകളുടെ കേവലം വന്ന് രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞ ശേഷം ചർച്ച വന്ന് ആരാധിക്കുക, അതൊക്കെ നല്ലത് തന്നെയാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതിയാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ വിശുദ്ധീകരണം, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള സാരിയോ വെള്ള ജൂബായോ ഇടുന്നത്, അതിൻ്റെ കാര്യത്തെക്കുറിച്ചേ അല്ല പറഞ്ഞേക്കുന്നത്. ആന്തരികമായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം രക്ഷിക്കപ്പെടുന്ന അതേ സമയം നടക്കുന്ന 3 പ്രതിഭാസങ്ങൾ, അല്ലെങ്കിൽ ഫിനോമിന എന്ന് പറഞ്ഞൊരു പ്ലൂറലാണ്. 3 ഫിനോമിന. ഫിനോമിനൺ എന്നുള്ളത് സിംഗുലറാണ്. ഫിനോമിന അത് സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തന്നെ നടക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് റീജനറേഷൻ അഥവാ പുനർജനനം. 2 നീതീകരണം, ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ചതാണ്. 3 വിശുദ്ധീകരണം. ഇതിൽ പുനർജന്മം നടക്കുമ്പോൾ നീതീകരണം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആ സമയത്ത് നടക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന വേളയിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധീകരണം അവസ്ഥാപരവും എന്ന് പറഞ്ഞാൽ പൊസിഷണൽ, പുരോഗമനോന്മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ്. എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മൾ ക്രിസ്തുവിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ സന്ദർഭത്തിൽ ദൈവം നമ്മളെ ക്രിസ്തുവിൽ ആക്കുന്നുണ്ട്. ആ ക്രിസ്തു, അതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പൊസിഷൻ ബൈ വെർച്യൂ ഓഫ് us ബീയിങ് ഇൻ ക്രൈസ്റ്റ്. ആ കാരണത്താൽ നമുക്ക്
വിശുദ്ധീകരണം ഉണ്ടാകുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ തുറന്നു പോകുമ്പോൾ ക്രമാനുഗതമായി പ്രോഗ്രസീവായിട്ട് പുരോഗമനോന്മുഖമായിട്ട് അത് നമുക്ക് വിശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കണം. ഒന്നുകൂടെ പറയാം, നമ്മൾ ക്രിസ്തുവിൽ ആയി എന്നുള്ള കാരണത്താൽ നമുക്ക് വിശുദ്ധനെന്ന് വിളിക്കപ്പെട്ടവരെന്ന് പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധന്മാര് എന്ന് വിളിക്കപ്പെട്ട ആളുകൾ നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ജീവൻ നയിക്കണം. വിശുദ്ധനായിട്ട് നമ്മൾ സെയിന്റ്, sanctification is a sancto means saint. Sanctification means a process of becoming a saint on an ongoing basis. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിന്റെ അത്യാവശ്യമായിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗം നമ്മൾ അടുത്ത ആഴ്ച ഈ വിശുദ്ധീകരണത്തിന്റെ ഭാഗം മുതൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഇന്ന് അതിന് മറുപടി പറയാൻ ഒക്കുന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച അതിന് മറുപടി പറയുന്നതായിരിക്കും. ഞാനിവിടെ വെച്ച് ഈ ഭാഗം അവസാനിപ്പിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച വിശുദ്ധീകരണത്തിന്റെ ഭാഗം മുതൽ ഹോളി ലിവിങ് എന്നുള്ള ഭാഗം അടുത്ത ആഴ്ച മുതൽ പഠിക്കുന്നതായിരിക്കും. ലാൽ പാസ്റ്റർ. ലാൽ പാസ്റ്റർ ഉണ്ടോ? പക്ഷേ ഒരു കാര്യം ചോദിക്കാമോ എന്ന്? ഓക്കെ, ചോദിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇങ്ങനെ പറയല്ലോ. അപ്പം അന്ന് 1-ാം നൂറ്റാണ്ടിൽ അവൻ മോതിരം ഇട്ടുകൊണ്ട് വരുന്നവരുണ്ടായിരുന്നാണെന്നല്ലോ, അങ്ങനെയാണല്ലോ പാസ്റ്റർ പറഞ്ഞത്. ഉണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ പിന്നെ യാക്കോബ് എഴുതില്ലായിരുന്നല്ലോ. അതെ. അപ്പൊ അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇന്നതൊരു അപ്പം പിന്നെ നമ്മൾ ഇപ്പോഴത് വേണ്ടാന്നാണല്ലോ പെന്തക്കോസ്ത് സഭകള് ഓഫ് കോഴ്സ് ഇപ്പൊ കേരളത്തിലൊക്കെ അത് ഇടരുതെന്നാണല്ലോ. അപ്പൊ അത് വചനപ്രകാരം അത് തെറ്റല്ലേ? വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എംഫസൈസ് കൊടുക്കണം. വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഈ മേജറിങ് ഇൻ മൈനർ ആൻഡ് മൈനറിങ് ഇൻ മേജർ, അത് അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. പ്രാധാന്യം കൊടുക്കേണ്ടതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, പ്രാധാന്യം കൊടുക്കേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. ഞാൻ ആരെയും ആഭരണം ഇടണമെന്നോ ഇടണ്ടെന്നുള്ള സംഗതിയല്ല പറയുന്നത്. ആഭരണം ഊരിക്കഴിഞ്ഞാൽ കൂടുതൽ വിശുദ്ധരാകുമെന്നും ആഭരണം ഇട്ട് കഴിഞ്ഞാൽ വിശുദ്ധി കുറയുമെന്നും വിശ്വസിക്കുന്ന കൂടുതലല്ല. ഞാനിവിടെ അമേരിക്കയിൽ 1971 മുതൽ ഇവിടെ താമസിക്കുന്നതാണ്. ഇവിടുത്തെ ഉള്ള ചർച്ച് കോഡ്, അസംബ്ലീസ് കോഡ് മുതലായ പള്ളികളെല്ലാം അവിടെ ആഭരണം ഇടുന്നവരുണ്ട്, ആഭരണം ഇടാത്തവരുമുണ്ട്. അവിടെ അതിനെക്കുറിച്ച് വലിയ എംഫസിസ് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ മാത്രം അതൊരു ഇഷ്യൂ ആണ്. വലിയ ആർഭാടമായിട്ടുള്ള ഇത് ആഭരണമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതുള്ളത് കൊണ്ട് നമ്മുടെ വിശുദ്ധി പോലീസായിട്ട് നടക്കാനായിട്ട് പോകുന്നത് തെറ്റാണെന്നുള്ള ചിന്താഗതിക്കാരൻ ഞാൻ. എന്നോട് വിയോജിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ ബി ഇറ്റ്. ചോദിച്ചതിന് മറുപടിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി. കാരണം ഓക്കെ, പാസ്റ്റർ പറഞ്ഞ മനസ്സിലായി. ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഭാഷ ഈ ആഭരണം ഇടുന്നവർ ഇടട്ടെ എന്നുള്ളതാണോ ഭാഷ പറഞ്ഞു? അതോ ഈ ആഭരണം പണ്ട് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ, ഒരു പ്രായമുള്ള ഒരു പാസ്റ്ററുടെ മകളാണ് ഇതൊരു വിഷയമായിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ, ഞാൻ സഭയുടെ ശുശ്രൂഷകൻ 18 വർഷക്കാലം സഭയുടെ ശുശ്രൂഷകനായിരുന്നതാണ്. അപ്പം എന്തൊക്കെ ചോദിച്ചു, പാസ്റ്ററെ ആഭരണത്തെ ഇടുന്നവർക്ക് തിരുവത്താൻ കൊടുക്കുമോ, അതായതാണെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളെ കുറിച്ച് ചോദ്യം ഉണ്ടായി. ഞാൻ ചോദിച്ചു, പ്രായമുള്ള സ്ത്രീയാണ്, അമ്മാമ്മയ്ക്ക് ആഭരണം ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു വ്യവസ്ഥ നമ്മൾ വചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണം ഇടുമെന്ന് ചോദിച്ചു. നിശ്ചയമായിട്ട് ഇടുമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആഭരണം ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല, പുറമെ കയ്യിൽ നിന്നും കാതിൽ നിന്നും മാറ്റി എന്നുള്ളതല്ലാതെ ഹൃദയത്തില് ആഭരണത്തോടെ ഇപ്പോഴും സ്നേഹമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു, ഈ ഹൃദയത്തിൽ നിന്ന് മാറ്റാത്ത കാര്യത്തെക്കുറിച്ച് പുറമെ കാണിച്ചാൽ, അതുകൊണ്ടാണ് കർത്താവ് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും പറഞ്ഞത് വെള്ള തേച്ച കല്ലറ എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ള സംഗതിയല്ല, ആന്തരികമായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആഭരണം നമ്മൾ പുറമെ നോക്കുന്നതായ വേളയിൽ ദൈവമക്കളുമായിട്ട് ഇതൊരു ആഭരണം ഒരു വിഷയമാക്കരുത്. നമ്മൾ ആരാധിക്കുവാനും വന്നിരിക്കുന്നത് നമ്മുടെ ഫോക്കസ് ആഭരണത്തോടായിരിക്കരുത്. നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടായിരിക്കണം. യേശു ക്രിസ്തു നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നതിന് ശേഷം പിന്നെ സ്നേഹത്തിന്റെ ആത്മാവിൽ അഥവാ എടുത്ത് മാറ്റണം എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, അഥവാ അതൊരു വിഷയമാണെങ്കിൽ. ഒരു ആഭരണം ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോറി. അല്ല, ഇട്ടൂടാന്നുള്ളത് കൃത്യമായിട്ടില്ലല്ലോ, പക്ഷെ എഴുതിയിട്ടില്ലാണ്. ഇടരുതെന്നുള്ളത് അങ്ങനെ കർശനമായിട്ടൊരു വിലക്ക് ബൈബിളിലൊരിടത്തും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഇടരുതെന്നുള്ളത് പുതിയ നിയമത്തിൽ വരുന്ന വേളയിൽ ആഭരണവും സ്നാനവുമായിട്ടുള്ള ബന്ധത്തിലോ ആഭരണവും തിരുത്താഴുമായിട്ടുള്ള ബന്ധത്തിലോ ഒരു വ്യവസ്ഥ അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ കണ്ടുള്ള സംഗതിയാണ് പറയുന്നത്. അതിന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ അതുപോലെ പറയും. നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ആരാധിക്കുന്ന സഭകളിൽ ഈ വിഷയം പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകരുത്. പാസ്റ്റർ പറഞ്ഞത് ശരിക്കും മനസ്സിലായി പാസ്റ്റർ. താങ്ക് യു. ലാലു പാസ്റ്റർ ഉണ്ടോ? ലൈനിലുണ്ടോ? ഉണ്ട്. ഓക്കെ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചു. നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിപ്പിച്ച, ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി ആരെങ്കിലും ഒരാൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പൊ ഈ സമയത്തിനായിട്ട് വീണ്ടും നന്ദിയോട് സ്തുതിക്കുന്ന അവിടുത്തെ വിശുദ്ധപാദപുറത്ത് കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം കർത്താവേ ശ്രേഷ്ഠദാസനിൽ കൂടി കർത്താവ് കേൾക്കുവാനും പഠിക്കുവാനും തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവേ, ദാസന കർത്താവേ, അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി ഹല്ലേലൂയ. കർത്താവേ, വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കർത്താവ് ഞങ്ങളിലേക്ക് പകരുവാൻ തക്കണം കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവെ, ഇതേപോലെ കർത്താവെ 5 ദിവസത്തെ ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ആത്മീയ നന്മകൾ പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഇതിന്റെ കർത്താവ് സ്തോത്രം സൃഷ്ടി ചെയ്യുന്ന കർത്താവ് ശ്രേഷ്ഠദാസന്മാരൊക്കെയും കർത്താവിന്റെ കരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടി ഇരുന്ന് കർത്താവെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാജി പാസ്കായ് പ്രാർത്ഥിക്കുന്നു, ലാലു പാസ്കായ് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപ സാന്നിധ്യം കൂടി ഇരുന്ന് കർത്താവ് അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി വചനം സംസാരിച്ച മകന കർത്താവ് കരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകല സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടായി സ്വാർത്ഥം മാത്രം പറ്റെടുക്കണം. കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകാലം ഇന്ന് ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചെയ്ത ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞ് ആർക്കും പോകണ്ടല്ലോ, എല്ലാരും ഓടിക്കുകയാണ്. പാസ്റ്റർ ഫാമിലി, സണ്ണി പാസ്റ്റർ ഫാമിലി, പിന്നെ